മുഖ്യമന്ത്രിയാണ് അൻവറിൻ്റെ ലക്ഷ്യമെന്നുള്ളത് നേരത്തെ പറഞ്ഞതല്ലേ. അതുവഴി CPM-നെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും തകർക്കാം എന്നതാണ് അവർ ധരിക്കുന്നത്. ഈ പ്രശ്നത്തിൽ നേരത്തെ തന്നെ UDF-ഉമായിട്ടുള്ള ഗൂഢാലോചന കേരളത്തിലുണ്ട്. മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആക്ഷേപം എത്ര കാലമായി കേരളം കേൾക്കുന്നത്? എന്നിട്ട് ആ ആക്ഷേപത്തിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും പ്രതിപക്ഷത്തിനോ മുഖ്യമന്ത്രിക്കെതിരായ ആക്ഷേപം ഉന്നയിക്കുന്നവർക്കോ ഒരു ആരോപണവും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. 2016 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് വലിയ തോതിലുള്ള ആരോപണങ്ങളുണ്ടായി. 2021 ആരോപണങ്ങൾക്ക് ഒരു കുറവുണ്ടായില്ല. ആ സന്ദർഭങ്ങളിലെല്ലാം ജനങ്ങളിൽ വലിയ തോതിൽ അംഗീകാരം നേടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി രംഗത്ത് വന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് ഫലപ്രദമായി നേതൃത്വം നൽകി മുഖ്യമന്ത്രി മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ അത്ഭുതകരമായ വികസന പ്രവർത്തനങ്ങൾ, നിക്ഷേപങ്ങൾ, ഇതെല്ലാം കേരളത്തിൻ്റെ വലിയ തോതിലുള്ള വികസനത്തിന് വഴി തുറക്കുകയാണ്. ജനക്ഷേമ നടപടികളിലും വികസന പ്രവർത്തനങ്ങളിലും കേരളം ഈ രാജ്യത്തിന് തന്നെ മാതൃകയാണ്. അത്തരമൊരു നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്ന മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞാക്രമിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ തകർക്കാൻ പല സന്ദർഭങ്ങളിലും ശ്രമം നടന്നിട്ടുണ്ട്. അതിലൊന്നും കീഴടങ്ങുന്നില്ലെന്ന് മാത്രമല്ല, അത്തരം ആരോപണങ്ങളെല്ലാം ജനങ്ങൾ വലിയ തോതിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പം വീണ്ടും ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അവരുടെ ഇതെല്ലാം അടിസ്ഥാന അതായിക്കോട്ടെ. ആരുമായിട്ട് സംവാദത്തിന് ആരുമായിട്ടാ സംശുദ്ധിയുള്ള ഒരാളായിട്ടല്ലേ സംവാദത്തിന് ഏർപ്പെടുക. സംവാദത്തിൻ്റെ ഒന്നും പ്രശ്നങ്ങൾ ഉദിക്കുന്നില്ല. ഇനി ഏത് സംവാദമായാലും കുഴപ്പമൊന്നുമില്ല. ഇടതുപക്ഷ ഗവൺമെൻറ് വളരെ ശരിയായ നിലപാട് ഈ പ്രശ്നങ്ങളെല്ലാം എടുത്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. മുഹമ്മദ് റിയാസ് ചെയ്ത് തെറ്റെന്തെന്നാ? മുഖ്യമന്ത്രിൻ്റെ മകളെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ്. വേറെ എന്തെന്നാ മുഹമ്മദ് റിയാസ് കേരളത്തിലെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പിന് വളരെ സമർത്ഥമായും ഫലപ്രദമായും ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വം നൽകി വരികയാണ്. അങ്ങനെയുള്ള ഒരാൾ തകർക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യം ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള നീക്കമാണ്, CPM-നെതിരായിട്ടുള്ള നീക്കമാണ്. ആ നിലയിൽ മാത്രമാണ് ഞങ്ങൾ ഈ പ്രശ്നത്തെ കാണുന്നുള്ളൂ.